ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കേട്ടോ. പ്രതീക്ഷിക്കാതെ ഒരു സ്കാനിങ്ങിന് പോയതാണ്. പെട്ടെന്നാണ് ഡോക്ടർ അഡ്മിറ്റ് ആകാൻ പറഞ്ഞത്. അങ്ങനെ അഡ്മിറ്റ് ആകുന്നതിൻ്റെ വരെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ 7:30 ഒക്കെ ആയപ്പോൾ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമ്മുടെ NST എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ പറയും, കാരണം കുഞ്ഞ് ആക്റ്റീവായിട്ടിരിക്കാനായിട്ട്. പിന്നെ പെട്ടെന്ന് സാൻഡ്വിച്ചും അതുപോലെ കോഫിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്, ഇത് ലേബർ റൂമിനകമാണ് കേട്ടോ. അകം മീൻസ് ലേബർ റൂം വേറെ ഉണ്ട്, അല്ലാതെ നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ മുംബൈയിലായിരുന്നു, ഹോളി ഫാമിലി ഹോസ്പിറ്റലിലായിരുന്നു നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ ചെറിയൊരു ടെൻഷനും കാര്യമൊക്കെ ഉണ്ട്, എന്താവുമെന്നൊന്നും അറിയില്ല. പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാത്ത ദിവസവും കൂടെയാണ്. ഹോസ്പിറ്റൽ ഡ്രസ്സിലൊക്കെ നിൽക്കുവാണ്, ക്യാനിലേക്ക് ഇട്ട്. അമ്മച്ചി താഴോട്ട് പോയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ. സുബിനിനെ നിമ്മിയൊക്കെ കൊണ്ടാക്കാൻ വേണ്ടി പോകണം. അങ്ങനെ കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, അമ്മച്ചി പയ്യെ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ആണ്. ഇനി രാത്രി 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്താണ് ടാബ്ലറ്റ് ഇൻഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അത് കഴിയുമ്പോൾ നോക്കാം. അപ്പോൾ നമ്മളിനി ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് ലേബർ റൂമിനകത്ത് തന്നെ നമുക്കായിട്ട് ഒരു ഒരു ഗിബിക്ക് പോലെ തന്നേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കുള്ള ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഇനി 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, NBM ആണ്. അപ്പോൾ കൊണ്ടുവന്നേക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അമ്മച്ചി താഴെ പോയിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കാനും. പിന്നെ നിമ്മിയും നിധിയായൊക്കെ അവരെ ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടാക്കും കേട്ടോ. അവർക്കകത്തൊന്നും കയറാൻ പറ്റിയില്ല, കാരണം വിസിറ്റേഴ്സ് ഒന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് താഴെ വന്നിട്ട് പിന്നെ അങ്ങനെ സുഖം കൊണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് വന്നതെല്ലാം വെജാണ് കേട്ടോ. എനിക്കിതൊന്നും കണ്ടിട്ട് തന്നെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്തെങ്കിലും കഴിക്കണമല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുഞ്ഞുവാവയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഫുഡൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ എന്തൊക്കെയോ ചപ്പാത്തിയും ഫുഡും ഒക്കെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് ഇങ്ങനെ കിടക്കണം കേട്ടോ. അമ്മച്ചിയുടെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. എനിക്ക് ചെറിയൊരു പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് വീണവായന, മകൾക്ക് പ്രസവം എന്നൊക്കെ പറഞ്ഞ ആ ഒരു അവസ്ഥയാണ്. അമ്മച്ചി ഇവിടെ ഭയങ്കര കഥ പറച്ചിലാണ് കേട്ടോ. എനിക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് മരുന്നും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, എങ്കിൽ പോലും എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ തൊട്ട് ചെറിയൊരു പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ കിടന്നു. 12 ആയപ്പോൾ എനിമയൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ എനിമയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇനി 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്, ഇപ്പോൾ കാനുലയും കാര്യങ്ങളൊക്കെ എല്ലാം ഇട്ടിട്ടുണ്ട്. 2 ആകുമ്പോഴത്തേക്ക് നമുക്ക് പെയിനുള്ള മെഡിസിൻസ് ഇൻഡ്യൂസ് ചെയ്യും. ചിലയിടത്ത് ഹോസ്പിറ്റലിൽ ടാബ്ലറ്റും ചിലയിടത്ത് ഇഞ്ചക്ഷനും ആണ്. അപ്പോൾ ഇവിടെ ഇഞ്ചക്ഷൻ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ ഈ ചിരിച്ച മുഖമൊക്കെ കുറച്ച് കഴിയുമ്പോൾ എന്താവും എന്നറിയില്ല. അങ്ങനെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. 2 മണിയായി സമയം. മരുന്ന് വെക്കാൻ പോവുക. ചെറിയ വേദനയുണ്ട്, കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 മണിക്ക് മരുന്ന് വെക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ ഡോക്ടർ വന്ന് നമുക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്തു കേട്ടോ. ഇപ്പം തൊട്ട് നല്ലതായിട്ട് വേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന കൺട്രാക്ഷനൊക്കെയാണ്. ഞാൻ മാക്സിമം കരയാതിരിക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, കാരണം അമ്മയാണ് കൂടെ നിൽക്കുന്നത്. BP ഒക്കെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ കരച്ചിൽ ബഹളമൊക്കെ ഇവരെ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആക്കുമെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ സുബിൻ ഇൻ ബിറ്റ്വീൻ കയറി വരുന്നുണ്ടായിരുന്നു. മാക്സിമം ഞാൻ കരയാതിരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ വേദന ഇങ്ങനെ കടിച്ചമർത്തി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്താണ് ഓരോ കൺട്രാക്ഷനും ഇത് ചെയ്തത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറിയുടെ ഒരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ എനിക്കറിയില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയാണെന്ന് പറയുന്നതാണ്. ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി വെച്ചിട്ട് വ്യത്യസ്തമാണ് കേട്ടോ. ഓരോരുത്തരും ബെയർ ചെയ്യുന്ന പെയിൻ അനുസരിച്ച്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച് എല്ലാം വ്യത്യാസമാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ ഞാനൊരു എന്താ പറയണ്ടേ, എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല. അത്രത്തോളം അനുഭവിച്ചിറങ്ങി വന്നു എന്ന് തന്നെ പറയാം. കാരണം തലേദിവസം 7:30 ആയപ്പോൾ നമ്മൾ അഡ്മിറ്റായി. പിറ്റേ ദിവസം 1:47 വാവ ഉണ്ടായത് കേട്ടോ. അതുവരെ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വന്നു. ലാസ്റ്റ് എപ്പിഡൂറലൊക്കെ എടുക്കാനൊക്കെ അവർ നിർബന്ധിച്ചെങ്കിലും നമ്മളത് എടുത്തില്ല കേട്ടോ. കാരണം ഇത്രയും വേദന ഈ മണിക്കൂറുകൾ സഹിച്ചിട്ട് പിന്നെ ലാസ്റ്റത്തെ ഒരു 2 hours പിന്നെ എന്തിനാണെന്ന് ഓർത്തിട്ട് ഞാനത് എടുത്തില്ല. പക്ഷെ അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കിപ്പോൾ ഉണ്ട്. നമ്മളന്ന് അനുഭവിച്ച വേദനയുടെയും സ്ട്രെയിൻ ചെയ്തതിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഇതുണ്ട് കേട്ടോ. അതാ പറഞ്ഞ ഓരോരുത്തർക്ക് വ്യത്യസ്തമായിരിക്കും. നല്ല രീതിയിലുള്ള പെയിനായിരുന്നു. ഞാൻ ഇത്രയും സത്യത്തിൽ ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ലേബർ പെയിൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതിയ ഒരു വേദന ഉണ്ടായിരുന്നു, അതിനേക്കാളൊക്കെ അതുക്കും മേലെയായിരുന്നു. ഇതൊക്കെ ഞാൻ തകർന്നു കിടക്കുന്ന നിമിഷങ്ങളാണ് കേട്ടോ. അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ ഒരുപാട് വേദനകളൊക്കെ സഹിച്ച് നമ്മുടെ കുഞ്ഞ് അങ്ങനെ 28-ാം തീയതി 1:47 PM നമ്മുടെ ബേബി ബോയ് നമ്മുടെ വീട്ടിൽ സ്ലീവാച്ചൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഒഫീഷ്യൽ നെയിം ഗിയാൻ സെബാൻ സുബിൻ എന്നാണ്. അപ്പോൾ കുഞ്ഞുവാവയുടെ നമ്മളൊരു വീഡിയോ, നമ്മളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ.
നമ്മുടെ വാവച്ചി നമ്മുടെ പഠിക്കത്തോടെ ഇരിക്കുന്നേ എനിക്ക് പേടിയാവുന്നു. അങ്ങനെ കുഞ്ഞാവെ കാണാനായിട്ട് ഇവരെല്ലാവരും അങ്ങനെ അന്ന് വൈകുന്നേരം വന്നു കേട്ടോ. ഇവിടെ ഹോസ്പിറ്റലിൽ അമ്മയും മാത്രമേ ഉള്ളൂ അലൗഡ്. പിന്നെ സുബിന് ഇൻ ബിറ്റ്വീൻ വന്നിട്ട് പോയി. രാത്രിയാകുമ്പോൾ 9 മണി വരെ സുബിന് ഇരിക്കുക കേട്ടോ. ഇതായിരുന്നു നമ്മൾ എടുത്തത്, സെമി പ്രൈവറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ തൊട്ടപ്പുറത്തും ഒരു റൂമിൽ 2 പേരുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ അന്ന് ഡിസ്ചാർജ് വരെ നമുക്ക് ആരും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ തന്നെ ആയിരുന്നു. നമ്മൾ ഒരു മുറി എടുത്ത ഒരു പ്രതീതിയായിരുന്നു നമുക്ക്. അപ്പോൾ നമ്മുടെ സ്ലീവാച്ചൻ അവൻ്റെ വെയിറ്റ് ഒക്കെ 2.77 kg ആയിരുന്നു കേട്ടോ. വെയിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ സത്യം പറഞ്ഞ സാറൊക്കെ ആയിരുന്നു ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഇവള് വിളിച്ചാണ് നേരത്തെ ഇറക്കിക്കൊണ്ട് വന്നതെന്നാണ് ഞങ്ങളുടെ ഒരു സംശയം കേട്ടോ. വന്നപ്പോൾ തൊട്ട് ഇവള് വാവേ വാവേ എന്നും പറഞ്ഞ് വയറിന്റെ അവിടെ ഒന്നും വിളിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇവക്ക് കാണാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പോഴും. അതെപ്പോഴും വാവാന്ന് പറഞ്ഞ് ഭയങ്കര സ്നേഹമാണ്. ഉമ്മ വെക്കുകയും കളിപ്പിക്കുകയും അവന് കൈ കൊടുക്കാത്തതിനുള്ള കരച്ചിലും ബഹളമായിരുന്നു അത് കഴിഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഒരു സിസ്റ്റർ വന്ന് കുറച്ചു നേരം അവളുടെ മടിയിലൊക്കെ കുഞ്ഞുവാവെ വെച്ചൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മുടെ സക്സസ്ഫുള്ളി ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വളരെ ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വലിയ കഥയാണ്, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇത് എല്ലാം കഴിഞ്ഞു. നമ്മുടെ വീണ്ടും വീട്ടിൽ പോകട്ടോ. ആളിനകത്തോട്ട് കവറൊക്കെ നേരത്തെ വാങ്ങിച്ചു നന്നായി. അതിപ്പോൾ വണ്ടി ബുക്ക് ചെയ്തു. പക്ഷേ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യുക. കഴിയും അവരൊന്നുമില്ല. കുറ്റം പറഞ്ഞാൽ ഓക്കെ. അപ്പം ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്ത് ഇറങ്ങാൻ പോവാട്ടോ. അപ്പം നമുക്ക് ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഇതിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അതിൽ കൂടെ കാണാം അല്ലേ. ഇനി ഇവൻ്റെ കുഞ്ഞാവയുടെ വിശേഷങ്ങളെല്ലാം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും, അതിൽ ഞാനിടാം. അപ്പം ഇനി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം വീട്ടിൽ ചെന്നിട്ട് കാണാൻ എങ്ങനെയുണ്ടായിരുന്നു അമ്മച്ചി അനുഭവം? എൻ്റെ അനുഭവം പറയാൻ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് സന്തോഷമാണ്. അടുത്തോ ഹോസ്പിറ്റൽ വാസം? ഒന്നും എടുത്തിട്ടില്ല. ശരി, ഓക്കെ. കൊണ്ട് കൈ കൊടുത്താണ്ടേ നമ്മൾ കൊണ്ടോ സാറക്കുട്ടിയെ കൂടെ സാറക്കുട്ടിയും കൂടെ വെൽക്കം പറ സാറക്കുട്ടി. വെൽക്കം ചേട്ടാ. വെൽക്കം മഞ്ഞ. വെൽക്കം ഭാവേന്ന് പറ. വെൽക്കം ഭാവേന്ന് പറ. വെൽക്കം ശ്രീവാച്ചാന്ന് പറ. വെൽക്കം ശ്രീവാച്ച. വെൽക്കം ശ്രീവാച്ച. ഞാങ്ങോട്ട് നീ ഒരു നിന്നുടലിൻ പാതി ഞാൻ
അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ എൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു. അപ്പം സുബിനും നിമ്മിയും കൂടെയാണ് ഇതെല്ലാം ചെയ്തിട്ടാണ് സുബിൻ ഹോസ്പിറ്റലിലേക്ക് വന്നത് കേട്ടോ. നിമ്മിയും നിധിയായും എല്ലാവരും കൂടെ ചേർന്ന് ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമോഷണലായി. നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു വരുമ്പം ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യണം. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ നിമ്മിയായാലും കുഞ്ഞിനെ ഇട്ടുകൊണ്ട് അവൾക്കെല്ലാം കൂടെ ഒറ്റയ്ക്ക് പറ്റത്തില്ല. അതുപോലെ ഇവിടെ അമ്മച്ചിയും ഞങ്ങളും എല്ലാവരും ഹോസ്പിറ്റലിലാണല്ലോ, പിന്നെ നിധിയായും മാത്രമേ ഉള്ളൂ. എന്നാലും അവരെ കൊണ്ട് ചെയ്യുന്ന രീതിയിൽ പറ്റാവുന്ന പോലെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇതാണ് നമ്മുടെ കുഞ്ഞു വാവ. അപ്പോൾ ഒഫീഷ്യൽ നെയിം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഗിയാൻ സെബാൻ സുബിനാണ്. വീട്ടിൽ നമ്മൾ അവനെ സ്ലീവാച്ചൻ എന്ന് വിളിക്കും. അപ്പോൾ കുഞ്ഞിൻ്റെ യൂട്യൂബ് ചാനൽ ഒഫീഷ്യലായിട്ടുള്ള നെയിമും സ്ലീവാച്ചൻ തന്നെയാണ്. അപ്പോൾ ഇനി തൊട്ട് കുഞ്ഞിൻ്റെ ചാനലിൽ നമുക്ക് കുഞ്ഞിൻ്റെ വീഡിയോയിലുള്ള അപ്ഡേറ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഡെലിവറിയുടെ സ്റ്റോറീസ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എന്താ പറയേണ്ടത്, ചിലപ്പോൾ ഒരുപാട് പേർക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടെയൊക്കെ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലും ഞാൻ ചെയ്യാം. അപ്പോൾ ഇനിയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങളുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ഞങ്ങളെ ഓർക്കുക. എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.